Morning, Anna. Such a pleasure having you here. She's a wonderful, wonderful student and to guide all of us. You should guide me. Definitely. So we work together. We all work together. We all work together. I'm sure we can. Thank you. But a virtual tourism scale for the south is already there in my heart. Wonderful. So we'll add value-added stuff to it so that which will enhance the possibilities. I'm sure. I'm sure, sir. So much to do. Yeah. Manish, you want to? Sir, Manish. We really look forward to working with you guys. Yeah. You want to say a few words to me? Please, sir, please, please. Yes. It's So would you like to sit sir, down? wait till 10:30. Yeah. I'll let you pick up this. Mega. ഞാൻ ടൂറിസം മിനിസ്ട്രി വന്നു പക്ഷേ ഞാൻ ചേർന്നിരുന്നില്ല Leaving the cameraman in chair. He's taken this slide. ഓ അപ്പോൾ 45 ഓക്കെ സുരേഷ് ഗോപി വിഷയം കാണുന്നുണ്ടോ ടി വി? ഞാൻ വെയിറ്റ് ഒരേ നിമിഷം ലൈവാണ്. സുരേഷ് ഗോപി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഈ ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. ആ സമയത്ത് എന്തൊക്കെ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത് ടൂറിസം മേഖലയിൽ? ടൂറിസത്തെ സംബന്ധിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുകൾ ഒരു പൗരനെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ സൗകര്യങ്ങൾ ആരായുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക് സാംസ്കാരികപരമായി കേരളവും തമിഴ്നാടും ഒരു പരിധിവരെ കർണാടകവും ആന്ധ്രയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര, പൂരി, ഒഡീഷ, അതുപോലെ തന്നെ അസം, ഇതുപോലെയുള്ള രാജസ്ഥാൻ, കശ്മീർ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് നിത്യ സന്ദർശകൻ അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു വെർച്വൽ പ്ലാറ്റർ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ അനുഗ്രഹം തൃശ്ശൂർക്കാർ അതുപോലെ തന്നെ മലയാളികൾ അവരുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ തന്നത്. ഒരുപക്ഷെ ഇതിലേക്കൊക്കെ പുതിയ പടവുകൾ ഇന്ത്യ ടൂറിസത്തിൽ സൃഷ്ടിക്കുന്നതിനും ആരാധിക്കപ്പെടുന്ന തരത്തിൽ പുതിയ ഇന്ത്യൻ ടൂറിസത്തെ വരവേൽക്കാനായി പുതിയ ഒരു ആസ്വാദന സമൂഹം രാജ്യത്തിന് പുറത്തുള്ള ഇവിടെ വരാൻ കഴിയുന്ന എല്ലാ രാജ്യത്തെയും പൗരന്മാർക്ക് പുതിയൊരു പ്ലാറ്റർ സെറ്റ് ചെയ്യുന്നതിലേക്ക് എൻ്റെ ഹൃദയത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് മുഴുവൻ നൽകി. അത് എങ്ങനെ വരുമെന്ന് നോക്കാം. എന്താണ് സാധ്യതകളെന്ന് എനിക്ക് പറയാം. ഇപ്പോൾ ആ ചെടി കൈമാറിയപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു സൗത്തിനെ പറ്റി എനിക്കൊരു പദ്ധതി മനസ്സിലുണ്ടെന്ന് സെക്രട്ടറിയോട് പറയുന്നുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ കുറച്ച് ഭാഗം നമുക്ക് സൗത്തിനെ സംബന്ധിച്ച് എന്ന് ഞാൻ പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഒരു GDP-യിലേക്ക് വന്ന് ചേരുന്ന സൗത്തിൻ്റെ വളർച്ചയാണ്. പക്ഷേ അതിൻ്റെ തന്നെ എനിക്ക് പരിചിതമല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കണം. ഈ പ്രദേശങ്ങളിലൊക്കെയും ഇപ്പോൾ രാജസ്ഥാൻ എനിക്കറിയാം, അനന്ത സാധ്യതകളല്ല, ഒരു മിനിമൽ സാധ്യതകൾ എന്താണെന്ന്. ഒഡീഷ, അസം, അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ പല മേഖലകളും അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ആ ഒരു ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള ദിവസങ്ങളെത്ര, മാസങ്ങളെത്ര, ആഴ്ചകളെത്ര, ഇതിൻ്റെ പഠനം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു നാഷണൽ പാക്കേജ് ഫോർ ദ വേൾഡ്, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹൃദയത്തിലുള്ളത്. അത് ഒരു കാര്യം കൂടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് അടുത്ത 25 വർഷം ടൂറിസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം അദ്ദേഹം ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മലയാളം ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സിന്ധു സൂര്യകുമാറിനോ മറ്റോ പറഞ്ഞു, കേരളമാണ് ഇന്ത്യയുടെ ടൂറിസത്തിൻ്റെ പരമസാധ്യത
എന്നും പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ നിയോഗം അദ്ദേഹം ആ ഒരു ഉന്നം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഏറുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം എന്ന് പറയുന്നത് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലാനറ്റ്, അൺടാപ്ഡ്. നമ്മൾ അൺഎക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പിരുന്ന അവിടുത്തെ മന്ത്രിമാരെ ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടി കണ്ടുകൂടാ. അവരെല്ലാം ഒരുപക്ഷെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. പക്ഷേ ടാപ്പ് ചെയ്യാനുള്ള ഒരു എന്താണ് അതിനുണ്ടായിരുന്ന ഹിച്ചസ്, ആ ഹിച്ചസും ഗ്ലിച്ചസും എടുത്ത് മാറ്റി അടുത്ത ഒരു പടിയിലേക്ക്, അതിൻ്റെ ഒരു പരമാവധിയിലേക്ക് എനിക്ക് തന്നെ എത്തിക്കാൻ പറ്റുമെന്ന് ഉള്ള ഒരു അവകാശവാദമല്ല, പക്ഷേ അടുത്ത ഒരു നിലയിലേക്ക് ഉയർത്താനും ലോകത്തിന് അടുത്ത യുഗത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ദശാബ്ദത്തിൻ്റെ ഒരു ടൂറിസം എന്താണ്, പുതിയ രുചി കൊടുത്ത് ഇതിന് മുമ്പ് വന്നു പോയവർ വീണ്ടും വരിക, പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആർത്തിയോടെ വരാൻ, അഭികാമ്യതയോടെ വരാൻ, കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം ടൂറിസത്തിൽ നമ്മുടെ രാജ്യത്തിലും ഉറപ്പായിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ടീം കേരളത്തിലുണ്ട്. ആ ടീമിനെ എല്ലാം ഇവിടുത്തെ സെക്രട്ടറിമാരെയും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരെയെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തി എന്താണ് ഈ അൺടാപ്ഡ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതിനൊരു അടിവരയിട്ട് ആ വിഷയങ്ങളെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കും. രാഷ്ട്രീയപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണയ്ക്ക് ഒരുപാട് കല്ലുകടികൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം? I want to start on a very clean slate. Don't disappoint me. അത്രേ പറയാനുള്ളൂ. ഒരു സ്ഥലത്ത് ഡിസപ്പോയിൻ്റ് ചെയ്താൽ, ഒരു സ്ഥലത്ത് ഡിസൻറ്റ് വന്നാൽ, ഒരു സ്ഥലത്ത് ഇത് ജനങ്ങളുടെ GDP, ജനങ്ങളുടെ ജീവിതത്തിനാണ് തിളക്കം ചാർത്തുന്നതെങ്കിൽ അത് നാഷണൽ GDP ആണ്. ആ നാഷണൽ GDP കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിനെ കാണാതെ ദേശത്തെ, രാജ്യത്തെ, പ്രദേശത്തെ ജനങ്ങളെ മാത്രമാണ് കാണുന്നതെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിന് ആ പൊളിറ്റിക്കൽ ബ്രാക്കറ്റ് പൊളിച്ച് പുറത്ത് വന്ന് നാഷണൽ ഗ്രോത്ത് എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് നീന്തി തുടിക്കാൻ വരണം. പതിവ് രീതി ആയിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ്. അല്ല, അങ്ങനെ എനിക്ക് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ടൂറിസം സഹമന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ, അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചുരുക്കരൂപമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അനന്ത സാധ്യതകൾ ടൂറിസം രംഗത്ത് ഇന്ത്യയിലാകെയും വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് അറിയുന്നു. ഒപ്പം തന്നെ സൗത്ത്, ദക്ഷിണേന്ത്യ ഏത് തരത്തിൽ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേർത്താനാകും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും നേരത്തെ അദ്ദേഹം പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിയെ ചുമതലയേറ്റിരുന്നു. പിന്നാലെ ഇപ്പോൾ ടൂറിസം വകുപ്പിനെയും സഹമന്ത്രിയെ ചുമതലയേറ്റിരിക്കുന്നു.